ഈ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എൻക്വയറീസ് എങ്ങനെയാണ് സെയിൽസ് ആൻഡ് AI ഓട്ടോമേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ഫർണിച്ചർ സ്റ്റോറിൻ്റെ സോഫിൻ്റെ ഒരു പോസ്റ്റിൽ ഒരു കസ്റ്റമർ റിപ്ലൈ ചെയ്യുന്നതാണ് പ്രൈസ്. അപ്പോൾ ആ സമയത്ത് AI ഓട്ടോമാറ്റിക്കലി അവരെ DMലേക്ക് പ്രൈസ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി കസ്റ്റമർക്ക് ആവശ്യമുള്ളത് ഒരു ഗ്രീൻ സോഫയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു എൻക്വയറി ചെയ്യുന്നതാണ് ഗ്രീൻ സോഫ ഉണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിൽ ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് അവർക്ക് അതിൻ്റെ ഒരു കെറോസലായിട്ട് കാണിച്ചു കൊടുക്കുന്നു. നമ്മളടുത്തുള്ള ഗ്രീൻ സോഫേൻ്റെ എല്ലാ ഇമേജസ് ആയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ അതിലേന്ന് ക്ലിക്ക് ചെയ്ത് ബൈ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ അഡ്രസ്സ് അവിടെ ചോദിക്കുന്നതാണ്. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവരൊരു ഓർഡറായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. ഇനി കസ്റ്റമർക്ക് വേറെ പ്രൊഡക്റ്റ് നോക്കണം. അപ്പോൾ അവർ ചോദിക്കുന്നതാണ് നിങ്ങളുടെ അടുത്ത് വേറെ എന്തൊക്കെയാണ് ഉള്ളത് അങ്ങനത്തെ ഇതിൽ ചോദിക്കുന്ന സമയത്ത് വാട്ട് അതർ പ്രൊഡക്ട്സ് ഡു യു ഹാവ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് നമ്മളെല്ലാ കാറ്റഗറീസും ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇന്ന കാറ്റഗറി ബെഡ് കോട്ട്, സ്വിങ്, ചെയർസ്, ഡൈനിങ് സെറ്റ് അങ്ങനെ എല്ലാം നമ്മുടെ അടുത്ത് ഉണ്ടെന്ന രീതിയിൽ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൽ ഇപ്പോൾ ബെഡ്റൂം സെറ്റ് അവർ ചൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിലെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. മാക്സിമം ഈ കെറോസലിൽ കാണിക്കാൻ പറ്റുന്ന ഒരു 10 പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് കസ്റ്റമർ അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഇത് വ്യൂ വാരിയൻ്റ് കണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിലിപ്പോൾ ഗ്രേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം കാണിച്ചു കൊടുക്കുന്നു. ഇനി അവർക്ക് അത് ബൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആയതുകൊണ്ട് അവർ അഡ്രസ്സ് ചെയ്തല്ലേ എന്നൊരു കൺഫർമേഷനാണ് ചോദിക്കുന്നത്. എന്നിട്ട് അവരത് യെസ് പറയുന്ന സമയത്ത് അതൊരു ഓർഡറായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്.